സ്വാഭാവികമായിട്ട് ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളും എതിർപ്പുകളും ഇന്നത്തെ ഒരു ചുറ്റുപാടും കാര്യങ്ങളും പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു മുതലാളിത്ത സംസ്കാരം തന്നെ പരമാവധി ആസ്വദിക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇസ്ലാമാണെങ്കിലും അവിടെയെല്ലാം കൃത്യമായ വിലക്കുകളാണുള്ളത്. എല്ലായിടത്തും ആസ്വാദനമാണ്, എല്ലായിടത്തും. അതായത് ഇസ്ലാം എല്ലാത്തിനും വിലക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ നല്ല കാര്യമാണ്. നിങ്ങൾ ഇവിടെ കള്ളുപിടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് കള്ളുപിടിക്കാം സ്വർഗത്തിലെ. നിങ്ങൾ ഇവിടെ പെണ്ണ് പിടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോയിട്ട് പെണ്ണ് പിടിക്കാം. നിങ്ങൾ ഇവിടെ മറ്റേ എന്ത് തോന്നിയാസം ചെയ്യാതിരുന്നാൽ ഒക്കെ അവിടെ പോയിട്ട് ചെയ്യാം. ഇപ്പോൾ പെങ്ങളെ പോയിക്കല്, നിങ്ങൾ ഇവിടെ പെങ്ങളെ പോയിക്കാതിരുന്നാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോയിട്ട് പെങ്ങളെ പോയിക്കാം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ എന്നിട്ട് പറയും ഞങ്ങൾ ഇതൊക്കെ വിലക്കുന്നതാണ്. അപ്പൊ വിലക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? ഇപ്പൊ നമ്മളിപ്പോ ആധുനിക ഒരു മനുഷ്യനെന്നുള്ള രീതിയിൽ ഇപ്പൊ കള്ളു പിടിക്കരുതെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ ഇവിടെ കള്ളു പിടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയിട്ട് കള്ളു പിടിക്കാന്നുള്ളത് അങ്ങനെയല്ലല്ലോ നമ്മൾ പറയുന്നത്. അത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ദോഷമാണ്. അങ്ങനെ പല പല റീസൺസ്, മെഡിക്കൽ റീസൺസ് പറയുന്നു. അതിന്റെ മറ്റു പല വിഷയങ്ങൾ ജോയിൻ ചെയ്ത് പറഞ്ഞിട്ടാണ് നമ്മൾ അത് ആളുകളെ ബോധവൽക്കരിക്കുന്നത്.